ഈ ലേറ്റസ്റ്റ് പ്രോസസർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കേ. എത്ര സ്പിൻ ചെയ്താലും തീരാത്ത അൺലിമിറ്റഡ് ഡയമണ്ട്സ് ആണ് ഇതിലുള്ളത്. ആൻഡ് ഈ പ്രോസസറിൽ മാച്ച് കളിക്കാൻ പറ്റുമെന്നും കൂടി നോക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ ഫ്രീ ഫയറിൽ വന്നിട്ടുള്ള എല്ലാ ബണ്ടിൽസും എല്ലാ ഗൺ സ്കിന്നും എല്ലാ ഇമോട്ട്സും ഉണ്ടെന്ന് ബ്രോക്ക് അറിയാലോ. പിന്നെ 100 ലെവലും ഫ്യൂച്ചറിൽ വരാൻ പോണ ഐറ്റംസ് ഒക്കെ മെയിൽ ബോക്സിൽ വരുന്ന ബ്രോക്ക് അറിയാലോ. അതിന് മുന്നേ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ. സോ പ്രോസസർ കിട്ടാനായിട്ട് ആദ്യം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മോറിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. സോ നേരെ എന്റെ പേജ് വരും, അതിലൊന്ന് ഫോളോ ക്ലിക്ക് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന മോറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ ഫയർ പ്രോക്സി സെലക്ട് ചെയ്യുക. സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ഇങ്ങനെ ഇന്റർഫേസ് വരെ അതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എനിവേ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം വീണ്ടും ഡൗൺലോഡ് എനിവേ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന എൻ്റെ ഓൾറെഡി ഉള്ളതുകൊണ്ട്. എന്നിട്ട് നിങ്ങളുടെ ഫ്രീ ഫയർ മാച്ച് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണം, അത് മറക്കരുത്. എന്നിട്ട് ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഗസ്റ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാൻ വരും. അതിൽ ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങളുടെ ഫ്രീ ഫയർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നതിന് ശേഷം സെർവർ സെലക്ട് ചെയ്യാൻ പറയും. ഇതിൽ ഇന്തോനേഷ്യൻ തായ്വ സെർവർക്ക് സെറ്റ് ആണ്, എന്നാലും ഞാൻ ഇന്ത്യയാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ആരും പേടിക്കേണ്ട. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗൂഗിൾ ലെൻസിൽ പോയിട്ട് നിങ്ങളുടെ UID കോപ്പി ചെയ്യുക. എന്നതിന് ശേഷം ആ വെബ്സൈറ്റിൽ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ പോയിട്ട് ലിങ്ക് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൽ നിങ്ങൾ കണ്ടിന്യൂ വിത്തൗട്ട് ഡിസ്കോഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത നിങ്ങളുടെ UID പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ വിത്തൗട്ട് ഡിസ്കോഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പരസ്യം വരും, അതൊന്ന് ബാക്ക് അടിക്കുക. എന്നിട്ട് വീണ്ടും ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും പരസ്യം വരും, അതൊന്ന് ബാക്ക് ആവുക. എന്നിട്ട് വീണ്ടും 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും പരസ്യം വരും, അതൊന്ന് വീണ്ടും ബാക്ക് ആവുക. 1 മണിക്കൂറത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആയി. പേടിക്കേണ്ട, 1 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് വന്ന് ആക്റ്റീവ് ആക്കാം. ഇനി ഫ്രീ ഫയറിൽ കയറുക. 8 വർഷം കളിക്കാത്ത എനിക്ക് 8 വർഷത്തിന് ബാഡ്ജ് കിട്ടി. അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് പ്രോക്സി ആയി. സോ നമുക്ക് ഇനി ഇതിലൊരു മാച്ച് കളിച്ചു നോക്കാം. സോ ഗൈസ്, ലോൺ ഓഫ് സ്റ്റാർട്ട് ആക്കുമ്പോൾ ലെവലില്ല എന്നാ പറയണത്. 100 ലെവൽ ഉണ്ടായിട്ടും ലെവലില്ല എന്നാ പറയണത്. CS BR ഒന്നും സ്റ്റാർട്ട് ആവണില്ല. ട്രെയിനിങ് സ്റ്റാർട്ട് ആക്കിയപ്പോൾ സ്റ്റാർട്ടായി. ഭാഗ്യം. പ്രോക്സി സെർവർ ആയിട്ട് ഇമോട്ട് ഇട്ട് ഷോ ഇറക്കണം ഞാൻ. 10 years old. അങ്ങനെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി കുറച്ച് മൂവ്മെന്റ് ഒക്കെ ഇട്ടു. നമ്മൾ അങ്ങനെ ഡെസേർട്ടികൾ എടുത്ത് ഒരു ഷോട്ട് അടിച്ചു, ചത്തില്ല. വൺ ടാപ്പ്, വീണ്ടും വൺ ടാപ്പ് അടിച്ചു, വീണ്ടും ചത്തില്ല. ഗൈസ്, എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് നമ്മൾ എത്ര ഡാമേജ് കൊടുത്താലും എനിമി ചാകത്തില്ല എന്നാണ്. ഇതാ ഒരു നമ്മൾ വെറുതെ നിൽക്കുന്ന ഒരു പൊട്ടനെ പോയി വൺ ടാപ്പ് അടിച്ചു എന്നിട്ടും ചത്തില്ല. 10 ആൾക്കാരെ കൊല്ലണ ബുള്ളറ്റ് ഇതാത്ത് വിളിച്ചിട്ട് ചത്തില്ല. അപ്പൊ പ്രോസസറിന്റെ വീഡിയോ എത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. ഇറ്റ്സ് മീ ആസിഫ് സൈനിങ് ഓഫ്.